എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. വായനാരാമത്തിലേക്ക് സ്വാഗതം. ശ്രീമതി ഇന്ദിരാകൃഷ്ണൻ എഴുതിയ ഒരു ജന്മത്തിൽ പല ജന്മങ്ങൾ എന്ന നോവലിൻ്റെ 12ാമത് ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. കഴിഞ്ഞ ലക്കത്തിൽ നമ്മൾ തങ്കുവിൻ്റെ വീട്ടിലായിരുന്നു, മരണ വീട്ടിലെ ദൃശ്യങ്ങളായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇനി അടുത്ത കഥയിലേക്ക്. കിടന്നൊന്ന് മയങ്ങി. ഫോൺ ബെല്ലടിച്ചു. ബാങ്കിൽ നിന്നാണ്. മാഡം, നിങ്ങളുടെ ബന്ധു ഇവിടെ വന്നിരുന്നു. ഞാനിന്ന് കൊളുത്തി വിട്ടിട്ടുണ്ട്. സ്ഥലം 60 ലക്ഷത്തിന് അയൽവക്കത്തെ സാവിത്രിയമ്മയുടെ മകൻ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. സാവിത്രിയമ്മയുടെ മകൻ വന്നിരുന്നു. കടം വീട്ടാനുള്ള വിലയ്ക്ക് സ്ഥലം വേണമെങ്കിൽ അദ്ദേഹത്തോട് എടുക്കാമോ എന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം മുഴുവൻ വേണമെങ്കിലും എടുക്കാൻ തയ്യാർ. സ്ഥലത്തിന് അവിടെ സെൻറ്റിന് 2 ലക്ഷം രൂപ വിലയുണ്ടത്രേ. ഞാനൊരു ആ പുള്ളിയോട് പറഞ്ഞു, അതിലും കൂടുതൽ കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്കെടുക്കാം. നിങ്ങളുടെ മരുമകൻ്റെ സ്ഥലമല്ലേ എന്ന്. മോന്തൊന്ന് കാണണമായിരുന്നു. അപ്പോൾ ഇപ്പോഴങ്ങോട്ട് എത്തും. ഒരു സൂചന തരാനാണ് ഞാൻ വിളിച്ചത്. മല്ലികയുടെ വിവരം പറഞ്ഞു. അവൾ ചിരിച്ചു. പറഞ്ഞിരിക്കുന്നതിനിടയിൽ മാഷു വന്ന് കയറി. നേരെ മല്ലികയുടെ അടുത്ത് വന്ന് കട്ടിലിരുന്നു. ഞങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞത് കഴിഞ്ഞു. നിൻ്റെ ചേച്ചി പുറപ്പെട്ടതാ, ഞാൻ കൊണ്ടുവന്നില്ല. എൻ്റെ കാലിലും നീര് വരും, വേദനിക്കുന്നേ ഉള്ളൂ. അവളുടെ സ്ഥിതി അതല്ലല്ലോ, ക്ഷീണം കൂടുതലാണ് ഇപ്പോൾ. കൊണ്ടുവരാത്തത് നന്നായി ഏട്ടാ. രേഖമോൾ ഇന്നലെ രാത്രി വിളിച്ചിരുന്നു മല്ലിക. അവൾ പിള്ളേരുടെ സ്കൂളടച്ചാൽ വരും. ഇനി പോണില്ല, വീട്ടിലിരുന്ന് എന്തെങ്കിലും നോക്കണമെന്നുണ്ട്. അതെ, ഇത്ര നല്ല ജോലി കളഞ്ഞു പോരല്ലേ? ഇപ്പോഴാണല്ലോ നിങ്ങൾക്ക് ആവശ്യം. ദൈവം എന്തെങ്കിലും വഴി കാണിക്കും. മാഷിൻ്റെ ബാങ്കിൽ നിന്ന് വിളിച്ച കാര്യങ്ങൾ പറഞ്ഞു. മാഷും ചിരിച്ചു. വല്ലാത്തൊരു മശകോടൻ. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും ഓട്ടോറിക്ഷ വന്നു. സോമുവിൻ്റെ അമ്മായിയച്ഛൻ ഇറങ്ങി. നേരെ മകളുടെയും മരുമകൻ്റെയും മുറിയിലേക്കാണ് പോയത്. സോമു മാഷു വന്നപ്പോൾ ഇപ്പുറത്തേക്ക് പോകുന്നത് അറിഞ്ഞിട്ടില്ല. വരേണ്ടവർ ഇങ്ങോട്ട് വരട്ടെ. അവൻ റൂമിലേക്ക് പോയില്ല. അച്ഛനും മോളും കൂടി കൂടിയാലോചനയ്ക്ക് ശേഷം തളത്തിലേക്ക് വന്നു. മാഷ് എപ്പോൾ വന്നു? നിങ്ങൾ വരണേന് 2 മിനിറ്റ് മുമ്പ് വന്നു. ചായ കുടിച്ചു, അത്രേ ആയുള്ളൂ. കാല് വയ്യാത്തതുകൊണ്ട് വരുമെന്ന് പറഞ്ഞാലും വരില്ല എന്ന് കരുതി. ഓ, അതെങ്ങനെയാ വരാണ്ടിരിക്കുക? മല്ലികയ്ക്ക് മറ്റൊരാങ്ങളെ ഇല്ലല്ലോ. അത് നന്നായി. ചോദിക്കാനും പറയാനും ആളില്ലെങ്കിൽ എല്ലാവരും തോൽപ്പിക്കുകയുള്ളൂ. അത്ര തോൽമയൊന്നും ഇല്ല. ഒരു മകൻ അന്തം ഇല്ലാണ്ട് കുറച്ച് കടം ഉണ്ടാക്കി വെച്ചു. ഭർത്താവാണെങ്കിൽ പോയി തൂങ്ങി. പോയൊരു പോട്ടെ, ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കണ കാലം തോക്കാൻ സമ്മതിക്കില്ല. ചായയിൽ മധുരം ഇടട്ടെ രാമു? വേണ്ട, കുറച്ച് ഷുഗറുണ്ട്. രാമു ചായക്കപ്പ് ടീപ്പയിൽ വെച്ചു. കർമ്മങ്ങളൊക്കെ എങ്ങനെയാ? എന്നാ തുടങ്ങണത്? അവർ പുല പോയാൽ തിരുനാവായോ ഐവർ മഠത്തിലോ പോയി ബലിയിടും. ഇവിടെ ഒന്നുമില്ല. കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും വലിക്കൊരുക്കാനും ആരാ? എനിക്ക് തീരെ വയ്യ. മല്ലിക ചെയ്യണത് ശരിയല്ല. സ്ഥലമൊക്കെ കച്ചവടമായിന്ന് കേട്ടുല്ലോ. എന്നാലും ഇത്ര പെട്ടെന്ന് അത് കഴിഞ്ഞാ? എവിടേക്കാ പോവുക? അത് അപ്പോഴത്തെ തരം പോലെ. കയ്യുമ്മേ തൂങ്ങി നടക്കണ മക്കളില്ല. കെട്ടിക്കാൻ പ്രായമായ പെൺകുട്ടികളും ഇല്ല. ചേച്ചിമാരുടെ അടുത്ത് പോവാം. വാടകയ്ക്ക് സ്ഥലം എടുക്കാം, വീട് വാങ്ങാം. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഭാഗം വാങ്ങിയിട്ടില്ല, അതും പോയി നിൽക്കാം. 2 ആൺകുട്ടികളുണ്ടല്ലോ, അവിടെ കൂടെയും പോവാം. മല്ലിക. ചെതയിലെ ചൂടാറുമ്പോഴേക്ക് നിങ്ങളോട് സ്ഥലം വിലയ്ക്ക് വാങ്ങാൻ വന്ന ബന്ധുക്കളെ സമ്മതിക്കണം. അവരുടെ ഭാഗത്തൊരു തെറ്റില്ല. കഴിഞ്ഞ ആഴ്ച ബാങ്കിൽ ചെന്നപ്പോൾ മാനേജർ അവരായിട്ട് സംസാരിച്ചതാ. അന്ന് ഗോപി തൂങ്ങിയിട്ടില്ല. കടം വീട്ടാനുള്ള 4 സെൻറ്റ് കൊടുത്താൽ മതിയെന്നും അങ്ങേര് പറഞ്ഞു. ബാങ്ക് മാനേജറുടെ നിർദ്ദേശം. മല്ലികയ്ക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. അങ്ങോരത് പറയാൻ ഇങ്ങോട്ട് വരുന്ന നേരത്താണ് നിങ്ങൾ ഭീഷണിപ്പെടുത്തിയതെന്നും പറഞ്ഞു. വിവരം അറിഞ്ഞ് ഇന്നലെ തന്നെ വന്നിരുന്നു. മാനേജർ സുകുമാരൻ ബാങ്കിൽ കയറും മുമ്പ് എൻ്റെ ഓഫീസിലായിരുന്നു. സോമുവിൻ്റെ അമ്മായിയച്ഛൻ്റെ മുഖം ഒന്നുകൂടി കടുത്തു. എൻ്റെ ഭാഗത്തു നിന്ന് എന്താ സഹായം വേണ്ടത്? ഞങ്ങളെന്തെങ്കിലും മര്യാദ ചെയ്യേണ്ടതുണ്ടോ? തൽക്കാലം ഒരു സഹായം വേണ്ടു. നിങ്ങളുടെ മകളെ കുറച്ച് കാലം കൊണ്ടുപോയി സംരക്ഷിക്കുക. കുറച്ച് മര്യാദയൊക്കെ പഠിപ്പിച്ചാലും നന്ന്. വേറെ ഒരു മര്യാദയും വേണ്ട. എൻ്റെ കയ്യിൽ അവരെ പുലർത്താനുള്ള കാശാവുമ്പോൾ എൻ്റെ വരവിനനുസരിച്ച് ജീവിക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ വന്ന് കൂട്ടിക്കോളാം. അവളുടെ 10 പവൻ്റെ സ്വർണം പണയം വെച്ചിട്ടുണ്ട്. അതെത്രയും വേഗം എത്തിച്ചു തരാം. സോമു. എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി. ഞാൻ പറയേണ്ടത് പറയണ്ടേ? എങ്ങനെയോ ശരിയാവുക? ഒരു മരിച്ച വീടാ. ഇവിടെ വേറെ പെൺകുട്ടികളില്ല. എൻ്റെ ഏട്ടനെ അടിക്കണതും തുടയ്ക്കണതും ഭക്ഷണം ഉണ്ടാക്കണതും. അതും പോരാ, അവൾക്ക് ഉപ്പുമാവ് തിന്നൂടാ, കഞ്ഞി കുടിച്ചൂടാ. ഒരു കുടുംബത്ത് പെരുമാറണേൻ്റെ സാമാന്യ മര്യാദ മോൾക്ക് പഠിപ്പിച്ചാൽ മതി. വേറൊരു മര്യാദയും വേണ്ട. സോമുവിൻ്റെ ഭാര്യ കടപടാന്ന് ചാടിത്തുള്ളി മുറിയിലേക്ക് പോയി. കൂടെ അച്ഛനും. വേണ്ടായിരുന്നു.
എന്താ വല്യമ്മേ പറയണേ? കുറേ ആയി ഞാൻ സഹിക്കണോ, ഇനി വയ്യ. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണ്ടെന്ന് വെച്ച് സഹിക്കുമ്പോൾ ഏറെ കൊമ്പത്ത് കയറിയാലോ. കുന്നല കോനാതിരിയുടെ ഭാവം. കൂത്തിയമ്മേ തുണിയില്ലാന്ന് കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ സഹിക്കായിരുന്നു ഏട്ടാ. എങ്ങാനും പോയ അമ്മായിയമ്മയായിട്ട് ആ പെൺകുട്ടിയും ഓടിച്ചു എന്ന് കേൾക്കണ്ടാരെന്ന് വിചാരിച്ച മല്ലിക. അച്ഛനും മോളും കൂടി 1-2 ബാഗുകളുമായി ഇറങ്ങിപ്പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിണ്ടിയില്ല. ഹാവു, സമാധാനമായി. എനിക്കൊരു ജോലി ശരിയായിട്ടുണ്ട്, ബാംഗ്ലൂർ തന്നെ. കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പോവും വല്യമ്മേ. അമ്മയുടെ കാര്യം ആ അസത്ത് ഇവിടെ ഉണ്ടായിട്ട് ഒറ്റ കാര്യമില്ല അമ്മയ്ക്ക്. ബാങ്കിലെ കാര്യം എന്താ ചെയ്യേണ്ടതെന്നും അറിയില്ല. അതിനെപ്പറ്റി നീ വേവലാതിപ്പെടണ്ട. നിൻ്റെ അമ്മയെ ഞാൻ കൊണ്ടുപോയിക്കോളാം. കടവും ഞാൻ വീട്ടും. എൻ്റെ കാലം കഴിഞ്ഞാൽ അവൾ അനാഥയാവരുത്, അത്രേ വേണ്ടൂ. അത് നിങ്ങൾ മക്കൾ ചിന്തിക്കുക. ഞാനും നിൻ്റെ വല്യമ്മയും ഒക്കെ ഇപ്പോൾ പലതും ചെയ്യാൻ സാധിക്കും. ഞങ്ങളൊക്കെ എന്നാ വിളി വരികയെന്ന് നോക്കി നിൽക്കണവരാ. ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ നിങ്ങളുടെ അമ്മ കഷ്ടപ്പെടരുത്. രാമുവിനും വിസ വരും അടുത്ത് തന്നെ. നിങ്ങൾ ഇനിയെങ്കിലും പോയി നന്നാവുക. അച്ഛനെ പോലെ ആവല്ലേ. അതിനിടയിൽ ഇന്ന് രാവിലെ ശേഖരം വിളിച്ചിരുന്നു. അമ്മയുടെ സംസ്കാരം കഴിഞ്ഞു. പോലീസുകാരും NSSകാരും നല്ലോണം വിരട്ടിയിട്ടുണ്ട്. അവിടുന്ന് കോംപ്രമൈസ് ടാക്കിന് ആൾ വരാൻ കഴിയുന്നുണ്ട്. ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞാൽ മതിയെന്ന്. അവർ ഗോപിയുടെ മറ്റേ ചേച്ചിക്ക് കൊടുത്ത പോലെ കുറച്ച് കാശ് തന്നെ ഒഴിവാക്കാൻ നോക്കും. അത് സമ്മതിച്ചു കൊടുക്കണ്ട. ഗോപി പോയത് പോയി. അവൻ്റെ ഒരു ജന്മത്തെ അധ്വാനം മുഴുവനുള്ളതാ, കളയേണ്ടെന്ന്. ശേഖരൻ പറഞ്ഞത് ശരിയാ. ആ കണക്കൊക്കെ ശേഖരൻ എനിക്ക് കാണിച്ചു തന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഗോപി തെല്ലോളം സമ്പാദിച്ചിട്ടുണ്ട്. പാവം മല്ലികയ്ക്കൊന്നും അനുഭവിക്കാൻ യോഗം ഉണ്ടായില്ല. ഓരോരുത്തരുടെ യോഗ മാഷേ. ഇത്രയും പഠിച്ച് അവൾക്ക് നശിക്കാത്ത സമ്പാദ്യമെന്ന് പറഞ്ഞ വിദ്യയും കൂടി അതുകൊണ്ടുകൂടി കാര്യം ഉണ്ടായില്ല. എൻ്റെ തെറ്റല്ലേ അതിന് കാരണം. എനിക്ക് അങ്ങേരെ വിഷമിപ്പിക്കരുതെന്ന് നിർബന്ധം. അങ്ങേർക്കാണെങ്കിൽ മുടിഞ്ഞ കോംപ്ലക്സും. ഞാൻ ജോലിക്കാരിയായാൽ അങ്ങേരെ അനുസരിച്ചില്ലെങ്കിലോ. പെണ്ണുവീട്ടിലെ പണം വാങ്ങാൻ ഒരു നാണും ഉണ്ടായിരുന്നില്ല. എന്തിനാ വെറുതെ പറയണേ. കഴിഞ്ഞെല്ലാം കഴിഞ്ഞു. പറഞ്ഞിരിക്കുന്നതിനിടയ്ക്ക് സാവിത്രി കടന്നു വന്നു. ഇന്നലെ എപ്പോഴേ കുട്ടികളെ വന്നത് സാവിത്രി. ഒരു 3 മണിയൊക്കെ ആയി കാണും. ഗോപിയുടെ സംസ്കാരം കഴിഞ്ഞ് നോക്കിയപ്പോൾ അമ്മയും മരിച്ചു അത്രേ. അതിന്ന് രാവിലെ സംസ്കാരം ഉണ്ടായത്. സാവിത്രി ഇരിക്കൂ. ഞാനിപ്പോൾ ഓടി വന്നതൊരു കാര്യം പറയാനാ. മോൻ വന്ന് പറഞ്ഞു ഒരു 4 സെൻറ്റ് സ്ഥലം വിലക്കെടുത്ത് മല്ലികയുടെ കടം വീട്ടാൻ അവിടുത്തെ മാനേജർ പറഞ്ഞു എന്ന്. മല്ലികയുടെ സ്ഥലം അവിടെ കിടക്കട്ടെ, കാശ് ഞാൻ തരാൻ വീട്ടാൻ. മല്ലികയുടെ കയ്യിലുണ്ടാവുന്ന കാലത്ത് തന്നാൽ മതി. ഞാൻ അവനെ ചീത്ത പറഞ്ഞു. എൻ്റെ അമ്മാവൻ്റെ മോളല്ലേ അവള്. കാശ് എന്നെ വേണമെങ്കിൽ ഞാൻ വന്ന് എടുത്ത് തരാം, എൻ്റെ കയ്യിലുണ്ട്. സാവിത്രി ചേച്ചി, മല്ലിക കരച്ചിലായി. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. നാളെ മുതൽ നമ്മുടെ എച്ചുട്ടി വരും. അടുക്കളപ്പണിയൊക്കെ അവൾ കഴിച്ചോളും. മുറ്റമടിക്കാനും തിരുമ്പാനും ഞങ്ങളുടെ ഇവിടെ വരുന്ന ശകുന്തള വരും. രാമു എന്നോട് രാവിലെ പറഞ്ഞിരുന്നു. എച്ചുട്ടിക്ക് വീട്ടിൽ നല്ല ബുദ്ധിമുട്ടാണ്. തൊഴിലുറപ്പിനുമൊക്കെ പോകാൻ വലിയ മടി. എന്തെങ്കിലും കൊടുത്താൽ മതി. സന്തോഷം സാവിത്രി. അടുക്കളയിലെ പണി കഴിഞ്ഞോ? ഇല്ലെങ്കിൽ ഞാൻ സഹായിക്കാം. ഒക്കെ രാമുട്ടി നേരത്തെ തീർത്തു വന്നിരിക്കണ കണ്ടില്ലേ. അവൻ രാവിലെ മുറ്റമടിക്കണ കണ്ടപ്പോഴേ ഞാൻ ശകുന്തളയോട് പറഞ്ഞു കുറച്ച് ദിവസം അടിച്ചിട്ട് കൊടുക്കണേന്ന്. അത് വലിയ ഉപകാരമായി. ഞാൻ പോട്ടെ. എന്താ ആവശ്യമുണ്ടെങ്കിലും വിളിച്ചോളൂ. രാമുവിൻ്റെ കയ്യിൽ നമ്പറുണ്ട്. സാവിത്രി ഇറങ്ങിപ്പോയി. മനുഷ്യർ പരസ്പരം മനസ്സിലാക്കാതെ എന്തിനിങ്ങനെ വൈരം മനസ്സിൽ സൂക്ഷിക്കുന്നു. കഷ്ടം. കുഞ്ഞാഞ്ഞേ, ഞാൻ ജോലിക്ക് പൊയ്ക്കോട്ടെ. ലീവ് എടുത്താൽ കുറേ പേർ കഷ്ടപ്പെടും. നളിനി, നീ പൊയ്ക്കോ മോളെ. അമ്മയെ നീ നോക്കിയ പോലെ ആരും അമ്മമാരെ നോക്കി കാണില്ല. ഇപ്പോൾ നിൻ്റെ ആവശ്യം നിൻ്റെ രോഗികൾക്കാ. നല്ലത് ചെയ്യാൻ കിട്ടുന്ന സന്ദർഭം ഒന്നും നഷ്ടപ്പെടുത്തരുത്. ജീവിച്ചിരിക്കുന്നവർക്ക് ആ സഹായം വേണ്ടത്. മരിച്ച ചാരമായവർക്ക് നമ്മുടെ ഒരു സഹായവും വേണ്ട. കുഞ്ഞാഞ്ഞ, നളിനി പോകുമ്പോൾ ഞാനും ഉണ്ട് ടൗണിലേക്ക്. എനിക്ക് ATM കയറണം, കുറച്ച് മരുന്നും വാങ്ങണം. നാത്തു, 8 മണിക്ക് പോകാൻ ചേച്ചി. നളിനി, ഞാൻ ദേ റെഡിയായി. ഭക്ഷണം ടേബിളിലുണ്ട്, എല്ലാവരും കഴിച്ചോളൂ. ഏട്ടനോ അനിയന്മാർക്കോ വല്ലതും വാങ്ങാനുണ്ടോ? പലചരക്ക് എന്തെങ്കിലും ഇല്ലാത്തത് നോക്കി വാങ്ങിക്കോളാം. കുഞ്ഞാഞ്ഞ, അതൊക്കെ നളിനി ഇന്നലെ ഓൺലൈനിൽ വരുത്തി. കുറച്ച് പച്ചക്കറി വാങ്ങണം. നാത്തു, ലീന ക്ലാസ് കളയണ്ട, പൊയ്ക്കോ. കുഞ്ഞാഞ്ഞ, ചോറ് കാർത്തേച്ച് വാർക്കില്ലേ? വേഗം വേവണ പൊന്നിയേരിയ. കറിയുടെ പണി കഴിഞ്ഞു. ഉപ്പേരിയും കരിയണ്ട വാങ്ങിക്കോളൂ, ഞാൻ വേഗം എത്തും. നാത്തു, അവർ പോയി കഴിഞ്ഞപ്പോൾ കഴിക്കാനിരുന്നു. ആങ്ങളമാർ നേരത്തെ കഴിച്ചിരുന്നു. മീനയും കാർത്തവും മാത്രം. നാത്തുവിന് എന്ത് കൈവേഗം അല്ലേ. അവളും മിടുക്കത്തിയാ. നല്ല സ്നേഹമുണ്ട് എല്ലാവരോടും. പേർഷ്യയിലുള്ളപ്പോൾ സ്നേഹിച്ച് കെട്ടിയതാ. അവൾ നമ്മുടെ ജാതിയല്ല.
ചോദ്യ കാർത്തു. ഏത് ജാതി ആയാലും എന്താ, ഞാൻ മതം തന്നെ 3 കണ്ടു. മതം മാറിയില്ലെങ്കിലും ജോനോത്തിയും ക്രിസ്ത്യാനിയും ഒക്കെ ആയി. പിന്നെ ഏതൊക്കെ ജാതിക്കാരെ നോക്കിയെന്ന് അറിയില്ല. 10 കൊല്ലമായി. വയ്യാത്തവരെ നോക്കുകയല്ലേ. നല്ലവർ, എല്ലാറ്റിലും നല്ലവർ തന്നെ. നീ ഇനി പോണ്ട. ഇത്രയും സ്നേഹമുള്ളൊരു മോളുള്ളപ്പോൾ എന്തിനാ വല്ലവരുടെയും പണിയെടുക്കണേ? ആവതുള്ള കാലം അധ്വാനിക്കണം. പിന്നെ ആ അമ്മയെ ഒറ്റയ്ക്കാക്കി പോരില്ല. അനിയത്തെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ആവശ്യമില്ലല്ലോ. കാത്തുവിൻ്റെ ടീച്ചറുടെ മോള് വന്ന കാത്തുവിൻ്റെ പരിപാടി. നീ പറയണത് ശരിയാ. വെറുതെ ഇരിക്കാൻ പറ്റില്ല. മീനയും കൂട്ടി പോവും. അവിടെ ടീച്ചറുടെ പറമ്പിൽ എന്നും പണിയുണ്ടാവും. 2 ആളെ കെട്ടിച്ചു വിടണ്ടേ? ആങ്ങളാർ സഹായിക്കി വെച്ചിട്ട് മുഴുവനും അവരെ ഏൽപ്പിക്കാൻ പറ്റുമോ? ജോലി കിട്ടിയ കല്യാണം കഴിക്കുമെന്ന് നിരന്തരം പറയുന്ന മീന. ടീച്ചറും നളിനിയും പിരികേറ്റാനും കാത്തു. കല്യാണം കഴിഞ്ഞാൽ ഒക്കെ ആയില്ലോ. കല്യാണം കഴിയാത്തവരൊന്നും ജീവിക്കണില്ലല്ലോ. എത്ര സമാധാനം അമ്മയ്ക്ക്. ആരുടെയും മൂക്കും മോറും കാണണ്ട. സ്വന്തം ഇഷ്ടം അനുസരിച്ച് ജീവിക്കാം. ഞാൻ PS കുറേ എഴുതിയിട്ടുണ്ട്. അത് കാക്കണില്ല. എന്ത് പണി കിട്ടിയാലും പോവും. ഇതുവരെ അമ്മമ്മ നോക്കാനുള്ളതുണ്ടാ നോക്കാത്തെ. അവൾ പറയണത് ശരിയാ. കല്യാണം കഴിക്കേണ്ടത് നല്ലോണം ആലോചിച്ചിട്ട് തൃപ്തിയുള്ളത് മതി. സമാധാനമാണ് ജീവിതത്തിൽ വലുത്. നമ്മുടെ കാലത്തെ പോലെ ദാരിദ്ര്യം ഇല്ലല്ലോ. പണി കിട്ടാനും പാടില്ല. എന്താ കിസ്സ? കാപ്പി കുടിച്ച് കഴിഞ്ഞില്ലേ? ഏറ്റവും താഴെയുള്ള അനിയൻ. ഞങ്ങളെങ്ങനെ ഓരോന്ന് പറഞ്ഞിരുന്നതാ കാർത്തു. അല്ല മാമേ, അമ്മയ്ക്ക് ഇന്നെ കല്യാണം കഴിച്ചു കൊടുക്കാൻ തിരക്കായി മീന. പാണൻ ഗോവിന്ദൻ്റെ പോലെ വല്ലവരെയും കണ്ടു വെച്ചിട്ടുണ്ടോ കാർത്തുവേ? അനി. എത്ര കേമന്മാരായാലും പാണൻ ഗോവിന്ദൻ്റെ ചോര അല്ല ഉണ്ടാവുമോ കാർത്തു? ചോർത്തിക്കളയാൻ പറ്റുംച്ചാ ചോർത്തിക്കളഞ്ഞേനെ അനിയൻ. അന്നത്തെ കാലത്ത് അങ്ങനെ തന്നെയായിരുന്നു പലരും. വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലല്ലോ. പോരാത്തതിന് ദാരിദ്ര്യവും കാർത്തു. അതൊന്നും പറയണ്ട. വലിയ ചാച്ചൻ കുടിച്ച് കുന്തം മറിഞ്ഞിരുന്നല്ലോ. നമ്മുടെ തന്തയും അതിൻ്റെ തന്തയും സ്പെഷ്യൽ ജന്മങ്ങളാ. തമിഴനാർന്നാലും കാത്തുവിൻ്റെ കെട്ടിയോൻ കുടുംബം നോക്കിയിരുന്നില്ലേ? ഏട്ടനെപ്പോലെ ഒരു മോനെ അമ്മ പെറ്റുകൊണ്ട് നമ്മുടെ കുടുംബം രക്ഷപ്പെട്ടു അനിയൻ. കഴിഞ്ഞതൊന്നും ഓക്കും പറയും വേണ്ട കുഞ്ഞാഞ്ഞേ. അടുക്കളയിൽ പോയി അരി വാർത്തു വെച്ചു. ഉപ്പേരിയും വാങ്ങി അടച്ചു വെച്ചു. അകായിയൊക്കെ ഒന്ന് അടിച്ചു വാരി തുടയ്ക്കാം. നാത്തൂൻ വന്നാൽ സമ്മതിക്കില്ല. ഞാനുള്ളപ്പോൾ നിങ്ങളിതൊന്നും ചെയ്യണ്ട. പുലക്കാരല്ലേ. നാട്ടിലാണെങ്കിൽ പായ വിരിച്ച് അതിലിരിക്കണം. അടുക്കളയിലും പുറത്തും ഒന്നും വരാൻ പാടില്ല പെൺമക്കൾക്ക് എന്ന് പറയും. ഇവിടെ എന്തൊക്കെയാണാവോ ചെയ്യണത്. സംസ്കാരം പാറമേക്കാവ് ശ്മശാനത്തിലായിരുന്നു. ആലുവായിലാണ് കുഞ്ഞാഞ്ഞിയുടെ സ്ഥലം. നാത്തൂൻ അവിടെ കൊണ്ട് ദഹിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ നളിനിയാണ് പറഞ്ഞത്, ചത്ത ശരീരം അങ്ങനെ കൊണ്ട് നടക്കുന്നത് നല്ലതല്ല, ഇവിടെ തന്നെ ആവാമെന്ന്. ബാക്കി കാര്യങ്ങളും അവൾ തന്നെയാവും തീരുമാനിക്കുക. ആങ്ങളാർക്കൊക്കെ അവളെ ബഹുമാനമാണ്, സ്നേഹം മാത്രമല്ല. എന്ത് തീരുമാനിക്കാനും പ്രവർത്തിക്കാനും ഉള്ള കഴിവുണ്ട്. തമ്പുരാട്ടിയമ്മേ, ഈ വയറ്റിൽ ഇങ്ങനെ ജന്മം വന്നു പിറന്നുല്ലോ. വിശ്വസിക്കാൻ പറ്റണില്ല. എത്ര ശപിച്ചിട്ടുണ്ട് വയറ്റിൽ കിടക്കുമ്പോൾ. സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. പട്ടിണി കിടന്ന് മടുത്ത് വല്ലവരുടെ കൂടെ പോയോ, വല്ല രോഗവും വന്ന് ചത്തോ എന്നൊക്കെ ചിന്തിച്ചിട്ടുള്ളൂ. ഒരിക്കൽ മാത്രമാണ് എൻ്റെ മകൾ എനിക്ക് വളർത്തണം എന്ന് ചിന്തിച്ചത്. ഡോക്ടറുടെ വീട്ടിൽ പണിക്ക് നിന്നിരുന്ന കാലത്ത് ശമ്പളം മുഴുവൻ കുറിവെക്കുകയായിരുന്നു. വാടകയ്ക്കുള്ള കാശ് അപ്പുറത്തെ മുറിയിലെ ചേച്ചിയെ തുന്നാൻ സഹായിച്ച് സമ്പാദിക്കും. ഒരു 3 സെൻറ്റ് സ്ഥലം, അതിലൊരു കൊച്ചുമുറിയും അടുക്കളയും കക്കൂസും. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ സങ്കല്പിച്ച് നോക്കും. ആ കാലമാടൻ തിരിച്ചു വരുമെന്ന ചിന്തയിലായിരുന്നു. തലയിലെടുത്ത് തടവിയാൽ പോയില്ലല്ലോ. ഒരു വിസ്മയം പോലെ ജീവിതം. നോവലിൻ്റെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതട്ടെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി തരുമല്ലോ അല്ലേ? നമുക്ക് അടുത്ത ലക്കത്തിൽ വീണ്ടും കാണാം.